അടവിത്തരുക്കളിനിടയിൽ ഒരു നാരകം എന്ന വണ്ണം, അടവിത്തരുക്കളിനിടയിൽ ഒരു നാരകം എന്ന വണ്ണം, വിശുദ്ധരിൻ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനായ യേശുവിനെ. വിശുദ്ധരിൻ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനായ യേശുവിനെ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ, ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. പനിനീർ പുഷ്പം ശരോണിലവൻ, താമരയുമേ താഴ്വരയിൽ. പനിനീർ പുഷ്പം ശരോണിലവൻ, താമരയുമേ താഴ്വരയിൽ. വിശുദ്ധരിൽ അതിവിശുദ്ധനവൻ, മാ സൗന്ദര്യ സമ്പൂർണനേ. വിശുദ്ധരിൽ അതിവിശുദ്ധനവൻ, മാ സൗന്ദര്യ സമ്പൂർണനേ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ, ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. തൈലം പോൽ നിന്നാമം പാരിൽ സൗരഭ്യം വീശുന്നതാൽ, പകർന്ന തൈലം പോൽ നിന്നാമം പാരിൽ സൗരഭ്യം വീശുന്നതാൽ. പഴിദുഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടണേ. പഴിദുഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടണേ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ, ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. മനക്ലേശതരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ, മനക്ലേശതരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ, തിരുക്കരം നീട്ടിയെടുത്തണച്ചു ഭയപ്പെടേണ്ട എന്നുരച്ചവനേ. തിരുക്കരം നീട്ടിയെടുത്തണച്ചു ഭയപ്പെടേണ്ട എന്നുരച്ചവനേ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ, ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. തിരുഹിതം തികച്ചിടുവാൻ ഇതാ ഞാനിപ്പോൾ വന്നിടുന്നേ. തിരുഹിതം തികച്ചിടുവാൻ ഇതാ ഞാനിപ്പോൾ വന്നിടുന്നേ.
എന്റെ വേലയെ തികച്ചുകൊണ്ട് നിന്റെ മുൻപിൽ ഞാൻ നിന്നിടുവാൻ. എന്റെ വേലയെ തികച്ചുകൊണ്ട് നിന്റെ മുൻപിൽ ഞാൻ നിന്നിടുവാൻ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ ഒരു യാത്രയിൽ. നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുന്നു. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ഇവിടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറയുന്നതായ ഒരു കാര്യം, നാം ഓരോരുത്തരും മുന്തിരിവള്ളിയിലെ കൊമ്പുകളാണ് എന്നുള്ളതാണ്. കർത്താവ് സാക്ഷാൽ മുന്തിരിവള്ളിയും ആ മുന്തിരിവള്ളിയിലെ കൊമ്പുകളാണ് നാം ഓരോരുത്തരും എന്ന് കർത്താവ് നമ്മോട് പ്രത്യേകമായി സൂചിപ്പിക്കുകയാണ്. ഒരു കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കുവാൻ സാധ്യമല്ല. അതേപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തുവിൽ വസിക്കാത്ത ഒരു വിശ്വാസിക്ക് ഒരിക്കലും ഫലം കായ്ക്കുവാനായിട്ട് സാധ്യമല്ല. എന്തൊക്കെയാണ് ഫലങ്ങൾ? ആത്മാവിൻ്റെ ഫലങ്ങളെ സംബന്ധിച്ച് ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-23 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അത് ഇങ്ങനെയാണ്: ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല എന്ന് അപ്പോസ്തലനായ പൗലോസ് വളരെ ഖണ്ഡിതമായി പറഞ്ഞിരിക്കുകയാണ്. ഈ ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മിൽ നിന്ന് പുറപ്പെടണമെങ്കിൽ നാം സാക്ഷാൽ മുന്തിരിവള്ളിയിൽ വസിച്ചെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ എന്ന് കർത്താവ് പറയുന്നു. വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ച് ആഗ്രഹിക്കുന്നത് നാം ഫലം കായ്ക്കുന്നവരായി തീരണം എന്നുള്ളത് തന്നെയാണ്. ഓരോ വിശ്വാസിയും ദൈവം ആഗ്രഹിക്കുന്നതായ ഫലം പുറപ്പെടുവിക്കുന്നവരായിട്ട് തീരണം. അല്ല എങ്കിൽ നാം ഈ വേദഭാഗത്തിൽ കാണുന്നത് പോലെ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു എന്ന് എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് നാം ഫലം കായ്ക്കുന്നവരായി തീരേണ്ടത് ആവശ്യമാണ്. അതേ സംബന്ധിച്ച് കർത്താവ് പറഞ്ഞതായ ഒരു ഉപമയാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. അതിങ്ങനെയാണ്: അവൻ ഈ ഉപമയും പറഞ്ഞു. ഒരുത്തന് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു, കണ്ടില്ല താനും. അവൻ തോട്ടക്കാരനോട്, ഞാനിപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ല താനും. അതിനെ വെട്ടിക്കളക, അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു. അതിന് അവൻ, കർത്താവേ, ഞാനതിന് ചുറ്റും കിളച്ച് വളമിടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ, മേലാൽ കായ്ച്ചെങ്കിലോ, ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്ന് ഉത്തരം പറഞ്ഞു. നമ്മുടെ കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നാം വായിച്ചതുപോലെയുള്ളതായ ആത്മാവിൻ്റെ ഫലങ്ങളാണ്. തിരുവെഴുത്ത് പറയുന്ന പോലെ ഫലം കൊണ്ടാണ് വൃക്ഷത്തെ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് ഈ ഫലങ്ങൾ നമ്മിൽ നിന്ന് ഉളവാകുന്നുവോ എന്ന് നമ്മുടെ തോട്ടക്കാരൻ വളരെ ശ്രദ്ധാപൂർവം നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് തിരുവെഴുത്ത് നമ്മോട് പറയുകയാണ്. അതുകൊണ്ട് നാം ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി തീരേണ്ടത് ആവശ്യമാണ്. ഫലങ്ങൾ പുറപ്പെടുവിക്കുമ്പോൾ നാം പ്രാരംഭത്തിൽ വായിച്ചതായ വേദഭാഗത്തിൽ കാണുന്നത് പോലെ ഒരു മുന്തിരിവള്ളിയോട് ഉപമിച്ചുകൊണ്ടാണ് കർത്താവ് ഈ കാര്യം ശിഷ്യന്മാർക്ക് വ്യക്തമാക്കി കൊടുക്കുന്നത്. കാരണം അത് വളരെ കൃത്യമായ ഒരു ഉപമയാണ് എന്നതുകൊണ്ട് തന്നെയാണ്. കർത്താവായ യേശുക്രിസ്തു ആകുന്ന മുന്തിരിവള്ളിയിൽ നാം ഓരോരുത്തരും കൊമ്പുകൾ എന്നതുപോലെ വാസം ചെയ്യുമ്പോൾ ആ കൊമ്പുകൾക്ക് ഫലം കായ്ക്കുവാനായിട്ട് സാധിക്കും എന്ന് ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മുന്തിരിച്ചെടി എന്ന് പറയുന്നത് അതിന് വളരെയേറെ ശ്രദ്ധ ആവശ്യമായിട്ടുള്ള ഒരു ചെടിയാണ്. ആ മുന്തിരിത്തോട്ടങ്ങൾ സന്ദർശിച്ചിട്ടുള്ളവർക്കറിയാം അവിടെ എത്രമാത്രം കൃത്യമായിട്ടാണ് ഇതിനെ പരിപാലിക്കുന്നത് എന്നുള്ളത്. നമ്മുടെ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കുമളി വഴി ഇറങ്ങുന്നതായ സമയത്ത് അവിടെ കുമളിയിൽ നിന്ന് നാം മുൻപോട്ട് ചെല്ലുമ്പോൾ ലോവർ ക്യാമ്പിനും കമ്പത്തിനും ഇടയിലായി ഏതാണ്ട് കമ്പത്തോട് സമീപിക്കുന്ന സമയത്ത് ഒരു വലിയ മുന്തിരിത്തോട്ടം കാണാൻ സാധിക്കും. സാധാരണയായി അവിടെ ആ മുന്തിരിത്തോട്ടം അകത്ത് കയറി സന്ദർശിക്കാനായിട്ട് അവിടെ സാധിക്കും.
അതുപോലെ തന്നെ ആ ചെടികളൊക്കെ വളരെ അടുത്ത് കാണാൻ നമുക്ക് അവസരം ലഭിക്കും. എന്നെ കേൾക്കുന്ന മിക്ക പേരും ഈ മുന്തിരിത്തോട്ടം പല പ്രാവശ്യം സന്ദർശിച്ചിട്ടുണ്ടാകാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എത്രമാത്രം കൃത്യതയോടുകൂടെയാണ് ആ ചെടികളെ പരിപാലിക്കുന്നത് എന്ന് നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും. വളരെ കൃത്യമായി ഒരേ അകലത്തിൽ നട്ടിരിക്കുന്നതായ മുന്തിരിച്ചെടികൾ, അതുപോലെ തന്നെ അതിനെ കൃത്യമായി വെള്ളം നനയ്ക്കുന്നതിനുള്ളതായ സംവിധാനങ്ങൾ, അതേപോലെ ബലിഷ്ഠമായ തൂണുകളിലൂടെ വലിച്ചു കെട്ടിയ കമ്പികളിലേക്ക് അതിനെ പടർത്തി വിട്ടിരിക്കുന്നത് കൊണ്ട് അത് താഴെ വീണു പോകുന്നില്ല. വളരെ ബലവത്തായി അതിനെ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നതായ തൂണുകൾ. ഈ കാര്യങ്ങളെല്ലാം കാണുമ്പോൾ എത്രമാത്രം ഭംഗിയായും കൃത്യമായുമാണ് ആ മുന്തിരിച്ചെടികളെ വളർത്തിയെടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം ഇങ്ങനെ ചെയ്യുന്നത്? എല്ലാം ഫലം കിട്ടുന്നതിന് വേണ്ടിയാണ്. ഫലം കായ്ക്കുന്ന സമയമാകുമ്പോൾ അതിൽ നിന്ന് ധാരാളം മുന്തിരിപ്പഴം കിട്ടണം. അതിനുവേണ്ടിയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അടുത്ത സമയത്ത് ഞാൻ ആ മുന്തിരിത്തോട്ടം സന്ദർശിക്കുവാനായി ചെല്ലുമ്പോൾ അതിൻ്റെ പ്രൂണിങ് കഴിഞ്ഞതായ സമയമാണ്. ചില്ലകൾ ഇങ്ങനെ മുറിച്ച് മാറ്റി നിർത്തിയിരിക്കുന്നതായ സമയമാണ്. ദൂരെ നിന്ന് നാം നോക്കുമ്പോൾ ഒരില പോലുമില്ലാതെ ഈ വള്ളികളെല്ലാം ഉണങ്ങിയതുപോലെ നിൽക്കുന്നതായ ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഞാൻ വിചാരിച്ചത് ഈ തോട്ടം മുഴുവനായി ഉണങ്ങിപ്പോയി എന്നാണ്. പക്ഷേ അടുത്ത് ചെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതിൻ്റെ പ്രൂണിങ് കഴിഞ്ഞ് നിർത്തിയിരിക്കുന്നതായ സമയമാണ്. എല്ലാ ചെറിയ ചെറിയ കൊമ്പുകളും കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നു. ഒരു കൊമ്പ് പോലും മുറിക്കാത്തതായിട്ടില്ല. എല്ലാം മുറിച്ച് മാറ്റിയിട്ട് ഒരില പോലും ശേഷിക്കാതെ വണ്ണം അത് മുഴുവനും മുറിച്ച് മാറ്റി ഇട്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് മുറിച്ച് മാറ്റിയിട്ടിരിക്കുന്നത്? നാം ഈ വേദഭാഗത്തിൽ കണ്ടതുപോലെ കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ചെത്തി വെടിപ്പാക്കുകയാണ്. വളരെ മനോഹരമായിട്ട് അത് ചെത്തി മാറ്റിയിട്ടിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എത്ര കൃത്യമായിട്ടാണ് ആ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതെന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കുവാൻ എനിക്ക് സാധിച്ചു. പ്രിയമുള്ളവരെ, എന്തിനു വേണ്ടിയാണ് അങ്ങനെ ചെത്തി വെടിപ്പാക്കിയിട്ടിരിക്കുന്നത്? അധികം ഫലം കായ്ക്കുന്നതിന് വേണ്ടി. ഈ കൊമ്പുകളൊക്കെ ഫലം കായ്ക്കുന്നത് തന്നെയാണ്, എന്നാൽ അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അധികം ഫലമാണ്. നമ്മുടെ ജീവിതത്തോട് ഇതിനെ ഒന്ന് ഉപമിക്കുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ തോട്ടക്കാരൻ പലപ്പോഴും നമ്മെ അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്ന പല സാഹചര്യങ്ങളും നമുക്ക് കാണുവാൻ കഴിയും. ജീവിതത്തിലുണ്ടാകുന്നതായ പല പ്രയാസങ്ങൾ, പല പരിശോധനകൾ, വിഷമങ്ങൾ ഒക്കെ നേരിടുന്നതായ സമയത്ത് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കുന്നത് നമ്മുടെ തോട്ടക്കാരൻ നമ്മെ ചെത്തി വെടിപ്പാക്കുകയാണ് എന്നത്രേ. ചിലപ്പോൾ നമുക്കത് പ്രയാസകരമായിട്ട് തോന്നാം, ചിലപ്പോൾ വിഷമകരമായിട്ട് തോന്നാം. ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ അത് വളരെയധികം വേദന അനുഭവിക്കുന്ന അനുഭവം ഉണ്ടാക്കാം. നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്നതായ വിഷമങ്ങളും വേദനകളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ നാം ഓർക്കേണ്ടുന്നതായ ഒരു കാര്യം, നമ്മുടെ തോട്ടക്കാരൻ അധികം ഫലം കായ്ക്കേണ്ടതിന് നമ്മെ ചെത്തി വെടിപ്പാക്കുകയാണ് എന്നത്രേ. പ്രിയമുള്ളവരെ, പലപ്പോഴും ഈ വേദന ഏറുന്നതായ സമയത്ത് നാം വിചാരിക്കാറുണ്ട്, എന്തുകൊണ്ട് എനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചു? എന്നാൽ ദൈവവചനം പറയുന്നത്, നിന്നെ തോട്ടക്കാരൻ സ്നേഹിക്കുന്നു, നിന്നെ അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കി എടുക്കുകയാണ്. പ്രൂണിങ് കഴിഞ്ഞതായ ഈ തോട്ടത്തെ ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരില പോലുമില്ലാതെ ഉണങ്ങി ശുഷ്കിച്ചിരിക്കുന്ന ഒരു രീതിയിൽ നാം കാണുന്നത് പോലെ ഒരുപക്ഷെ മറ്റുള്ളവരൊക്കെ നമ്മെ കാണുമ്പോൾ ഒരുപക്ഷെ പറഞ്ഞേക്കാം, ഇദ്ദേഹത്തിന് ഇങ്ങനെ വന്നു പോയല്ലോ, ഇത്രമാത്രം പ്രയാസം ഇദ്ദേഹം അനുഭവിക്കേണ്ടതായിട്ട് വരുന്നല്ലോ, വളരെ വലിയൊരു ശോധനയിലൂടെ ഇദ്ദേഹം കടന്നു പോകുന്നല്ലോ, ഇത് പ്രയാസകരമാണല്ലോ എന്നൊക്കെ ഒരു പക്ഷെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞെന്നിരിക്കാം. പക്ഷേ വാസ്തവത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ തോട്ടക്കാരൻ അധികം ഫലം കായ്ക്കേണ്ടതിന് നമ്മെ ചെത്തി വെടിപ്പാക്കുന്നതാണെന്ന് വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കണം. ഞാൻ മുൻപേ പറഞ്ഞതായ ഇതേ മുന്തിരിത്തോട്ടത്തിൽ പഴങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതായ സമയത്ത് ഞാൻ പല പ്രാവശ്യം ആ തോട്ടം സന്ദർശിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, എത്ര മനോഹരമായിട്ടാണ് ആ തോട്ടത്തിൽ മുന്തിരിക്കുലകൾ നിറഞ്ഞു നിൽക്കുന്നത്. നമുക്കതിൻ്റെ അടുത്ത് ചെന്ന് നിന്ന് അത് കാണുവാനും അവിടെ ചിത്രങ്ങൾ എടുക്കുവാനും ഒക്കെ സാധിക്കും. എത്ര മനോഹരമായ ഒരു മുന്തിരിത്തോട്ടമാണത്. വളരെയധികം മുന്തിരിക്കുലകൾ നിറഞ്ഞു നിൽക്കുന്നതായ ഒരു തോട്ടമാണ് നമുക്ക് ആ സമയത്ത് കാണാനായിട്ട് സാധിക്കുക. എത്ര മനോഹരമാണത്! വളരെ വലിയ മുന്തിരിക്കുലകൾ ഒരു പന്തൽ പോലെ കെട്ടിയിട്ടിരിക്കുന്നതായ ഈ മുന്തിരിത്തോട്ടത്തിലെ മുന്തിരിവള്ളികളിൽ നിറഞ്ഞു നിൽക്കുന്നതായ ഈ മുന്തിരിപ്പഴ കുലകൾ കാരണം ഈ വള്ളികളൊക്കെ തുടിഞ്ഞ് താഴോട്ട് നിൽക്കുകയാണ്. അതിനടിയിലൂടെ നാം കുനിഞ്ഞ് മാത്രമേ നടക്കാൻ സാധിക്കുകയുള്ളൂ. അത്രമാത്രം
മുന്തിരിക്കുലകളുടെ ഭാരം കൊണ്ട് തുടിഞ്ഞു നിൽക്കുന്നതായ മുന്തിരിക്കൊമ്പുകളാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ തോട്ടം എത്രമാത്രം മനോഹരമായി തീർന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ് അതങ്ങനെ ഉണ്ടായത്? അതിൻ്റെ ഏതാനും ചില നാളുകൾക്ക് മുൻപ് അതിൻ്റെ ശിഖരങ്ങളെല്ലാം മുറിച്ച് അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കിയത് കൊണ്ടാണ് അത്രമാത്രം നിറയെ മുന്തിരിപ്പഴങ്ങളുള്ളതായ മുന്തിരിക്കുലകൾ അതിൽ കാണുവാൻ സാധിക്കുന്നത്. അതിൽ ഇലകൾ ഇടതൂർന്ന് വളർന്നു നിൽക്കുന്നത് കാണുവാൻ സാധിക്കും. അത്രമാത്രം ആ തോട്ടം മനോഹരമായി തീർന്നിരിക്കുന്നത്. കാരണം ഏതാനും ചില നാളുകൾക്ക് മുൻപ് അതിലെ കൊമ്പുകൾ ആ തോട്ടക്കാരൻ അത് ചെത്തി വെടിപ്പാക്കി മനോഹരമാക്കിയതുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ നമ്മുടെ യജമാനൻ ചെത്തി വെടിപ്പാക്കുന്നുവെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്: അധികം താമസിയാതെ ഈ ഇലകളെല്ലാം തളിർക്കും. അധികം താമസിയാതെ ഇത് മുന്തിരിപ്പഴങ്ങൾ, മുന്തിരിക്കുലകൾ കായ്ച്ചു വരും. അത് മനോഹരമായിത്തീരും. ഈ തോട്ടം ഏറ്റവും മനോഹരമായിത്തീരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഏതെങ്കിലും നിലയിൽ നാം പരിശോധനയിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും പ്രയാസത്തിലൂടെ, ജീവിതത്തിലെ വിഷമങ്ങളിലൂടെ, നിരാശയിലൂടെ, ബുദ്ധിമുട്ടിലൂടെ, വല്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഓർമ്മിക്കുക: ഈ പ്രതിസന്ധിയെ തരണം ചെയ്ത് നാം പോകുമ്പോൾ അധികം താമസിയാതെ നമ്മുടെ ജീവിതത്തെ അനുഗ്രഹം കൊണ്ട് നിറയ്ക്കുന്നവനായ ദൈവം ഈ തോട്ടത്തെ എത്രമാത്രം മനോഹരമാക്കിയോ അതുപോലെ നമ്മുടെ ജീവിതത്തെ ഏറ്റവും മനോഹരമാക്കുന്നു. ഫലങ്ങളാൽ നിറഞ്ഞ ഒരു അനുഗ്രഹത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മെ കൊണ്ടുവരുന്നു എന്നുള്ളത് ഈ ഉപമയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ വിഷമങ്ങളെല്ലാം മാറ്റിവെക്കാം. നമ്മുടെ പ്രയാസങ്ങളെല്ലാം നീങ്ങിപ്പോകട്ടെ. യജമാനൻ നമ്മെ ചെത്തി വെടിപ്പാക്കി നമ്മെ ഏറ്റവും ഫലവത്തായ മുന്തിരിക്കൊമ്പുകളാക്കി മാറ്റുവാനുള്ളതായ വലിയ സമയം അടുത്തിരിക്കുന്നു എന്നുള്ളത് ഓർത്തുകൊണ്ട് നമ്മുടെ കഷ്ടങ്ങളിൽ പ്രശംസിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുവേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാ നല്ല ദൈവമേ, അനുഗ്രഹകരമായ പ്രഭാതത്തിൽ ഉണരുവാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ചിന്തിച്ചതുപോലെ ഫലം കായ്ക്കുന്ന കൊമ്പുകളെ അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്ന അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ ഇന്ന് രാവിലെ സമർപ്പിക്കുകയാണ്. കർത്താവെ, പലപ്പോഴും അവിടുന്ന് ഞങ്ങളെ ചെത്തി വെടിപ്പാക്കുമ്പോൾ അത് ഞങ്ങൾക്ക് പ്രയാസകരമായി, ഞങ്ങൾക്ക് വേദനാജനകമായി തീരാറുണ്ട്. പലപ്പോഴും കർത്താവെ, വേദനയുടെ മധ്യത്തിൽ ഞങ്ങൾ പ്രയാസപ്പെടാറുണ്ട്, ബുദ്ധിമുട്ടാറുണ്ട്, നിരാശ അനുഭവിക്കാറുണ്ട്, പലപ്പോഴും ഞങ്ങൾ സങ്കടപ്പെടാറുണ്ട്. പക്ഷേ കർത്താവെ, അധികം താമസിയാതെ ഫലങ്ങളാൽ നിറഞ്ഞ ഒരു അനുഭവത്തിലേക്ക് ഞങ്ങളെ നയിക്കുന്നതിന് വേണ്ടിയാണ് അവിടുന്ന് ഞങ്ങളെ ചെത്തി വെടിപ്പാക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ ഈ വചനം ഞങ്ങൾക്ക് നൽകി തന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഇന്ന് രാവിലെ ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. അവരെല്ലാവരും കർത്താവെ ഏറ്റവും അധികം ഫലം കായ്ക്കുന്ന അനുഗ്രഹത്തിൻ്റെ അനുഭവത്തിലുള്ളവരാകുവാൻ സഹായിക്കണമേ. പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും വേദനയുടെയും നിരാശയുടെയൊക്കെ മധ്യത്തിൽ കർത്താവെ ഞങ്ങൾ പതറിപ്പോവുകയല്ല, അതിനേക്കാൾ ഉപരിയായി അവിടുന്ന് ഞങ്ങളെ ഏറ്റവും ശ്രദ്ധിക്കുന്നുവെന്നും ഞങ്ങളെ ഏറ്റവും ഫലപ്രാപ്തിയുള്ളവരായി തീരുന്നുവെന്നും കാണുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷയിൽ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.